ഫ്രഷ് മീൻ കിട്ടിയാൽ ഇങ്ങനെ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത് കേട്ടോ. എന്തായാലും ഇടിയില്ലാന്ന് എനിക്കറിയാം. ഇതുപോലെ ചെറി ഓണത്തിന് പറഞ്ഞതാണ്, ഞാൻ അങ്ങനെ എന്നെ എടുത്ത് ഇട്ടത്. എന്ത് നമ്മുടെ സൺഫിഷുകളെല്ലാം പെറുക്കി ഇടുക. വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്ന നല്ല ഫ്രഷ് ചെറി ടൊമാറ്റോ ഉണ്ട്. ഇത് കണ്ടോ, കുറിച്ചിയുടെ ഒക്കെ അല്ല, ഒരു പള്ളത്തിയുടെ ഒക്കെ വേറൊരു ടേസ്റ്റ് കേട്ടോ. വെജ് താലിയും സൂപ്പറാണ്. സൺഫിഷും കൂട്ടി കഴിക്കുന്ന ഐറ്റവും അടിപൊളിയാണ്. ഷാർസ്വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ സംഭവം വേറെ ഒന്നല്ല, നമ്മള് രാവിലെ പോയി ചൂണ്ടയിട്ട് പിടിച്ചോണ്ട് വന്നേക്കുന്നത് നമ്മുടെ സൺഫിഷിനെ നമ്മൾ വെട്ടി വൃത്തിയാക്കി നല്ല ഫ്രഷ് ആയിട്ട് പൊരിച്ചടിക്കാൻ പോവാണ്. അപ്പൊ എന്നെ പോലെ നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് വേഗം തന്നെ പോയി ബാക്കി വൃത്തിയാക്കി അതിനെല്ലാം ശരിയാക്കി എടുക്കാം. അപ്പൊ അപ്പൊ നമ്മൾ സൺഫിഷിനൊക്കെ കഴുകി വൃത്തിയാക്കി നല്ലത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് മീനിന്റെ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, ഇത് കണ്ടിട്ട് ഇപ്പൊ തന്നെ പൊരിച്ച് തിന്നാതിരിക്കാൻ ഒരു നിവർത്തിയില്ല കേട്ടോ. അപ്പൊ വലിയ സംഭവമൊന്നുമില്ല. അത് ഞാൻ ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, അതിലോട്ട് നമ്മൾ ഈ ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങ നീരും കറിവേപ്പില ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വറുത്തെടുക്കാൻ പോവാണ്. പക്ഷെ ഫ്രഷ് മീനിന്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾ ഒരുപാട് മസാല ഒഴിച്ചൊന്നും കളയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ ലൈറ്റ് ആയിട്ടുള്ള മസാല ഇട്ട് പൊരിച്ചങ്ങ് തിന്നിടാം. ആവശ്യത്തിന് ഇച്ചിരി കൂടി അങ്ങ് ഇടുക. നല്ല ഫ്രഷ് മീൻ കിട്ടിയാൽ ചെയ്യേണ്ട ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് മസാല ഒന്നും ഇട്ട് നശിപ്പിക്കരുത്. ആ മീനിന്റെ ആ റോ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടിട്ട് അതിൽ നല്ല ഫ്രഷ് മീനാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള മസാല ഇട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കണം. അപ്പം നമുക്ക് കറക്റ്റ് ആ മാംസത്തിന്റെ ടേസ്റ്റും ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്ത് കഴിക്കാൻ പറ്റും. അഥവാ ഇച്ചിരി കുഴപ്പം പിടിച്ച മീനാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മസാലയും ഉലുവാപ്പൊടിയും എല്ലാ പൊടികളും ഒക്കെ ഇട്ടിട്ട് ചേർത്താണ് കഴിച്ചോ. പക്ഷെ ഫ്രഷ് മീൻ കിട്ടിയാൽ ഇങ്ങനെ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത് കേട്ടോ. സീരിയസ് ആയിട്ട് പറഞ്ഞാണ് ഞാൻ. എന്തായാലും ഇടിയില്ലാന്ന് എനിക്കറിയാം. എന്താ ഇതുപോലെ ചെറി ഓണത്തിന് പറഞ്ഞതാണ്, ഞാൻ അങ്ങനെ എന്നെ എടുത്ത് ഇട്ടത്. എന്ത് കാണിച്ചു തരാം. ഈ വ്ലോഗ് ഇറങ്ങട്ടെ. ഈ വ്ലോഗ് ഇറങ്ങുമ്പോഴത്തേക്കും എഡിറ്റിങ്ങും കട്ടിങ്ങും ഇല്ലാത്ത വ്ലോഗാണ് ഗൈസ് കാണാൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ നടക്കുന്ന പിന്നാമ്പറ കാഴ്ചകൾ കണ്ടിട്ടില്ലല്ലോ, എല്ലാം നിങ്ങൾ അറിയണം. കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മളിതാ നമ്മുടെ മീൻകുട്ടന്മാരെയൊക്കെ അങ്ങ് അടച്ചു വെക്കാൻ പോവാണ്. എന്നിട്ട് കുറച്ച് നേരം ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ വറുത്തടിക്കും. യെസ്, ഡൺ. അപ്പൊ നമുക്കിനി മീൻ പൊരിക്കാം അല്ലേ. ഇവിടെയൊക്കെ ഈ കട്ട പിടിച്ച് എണ്ണ കിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ സൺഫിഷുകളെല്ലാം പെറുക്കി ഇടുക. വേറെ ഏതോ ഒരു മീനാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻ റെഡി ആയിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇത് വേകാനുള്ള ക്ഷമ എനിക്കില്ല സത്യം പറഞ്ഞാല്. എന്നെക്കാൾ പൊടി പിടിച്ച ഒരാളിവിടെ ക്യാമറ പിടിച്ചോണ്ടിരിപ്പുണ്ട്. ചുരുക്കണ്ട. നമ്മൾ ഒരുപാട് എണ്ണ ഇടണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ഹെൽത്ത് കോൺഷ്യസും കൂടി ആവുന്നത് നല്ലതാണ്.
അങ്ങനെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ സൺഫിഷ് റെഡി ആയിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ല. പക്ഷെ ചുമ്മാ കേട്ടോ, അത് നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ വേഗാത്ത മീനൊന്നും എടുത്ത് തിന്നില്ല. ഇനി ഇതിനെ നമുക്ക് ഒനിയനും തക്കാളിയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്ന നല്ല ഫ്രഷ് ചെറി ടൊമാറ്റോ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഉണ്ടായ നമ്മുടെ തോട്ടത്തിൻ്റെ ഇത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ചെറി ടൊമാറ്റോ മാത്രമല്ല, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇതെല്ലാം നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. 2 സൺഫിഷിനെ കൊണ്ടുള്ള പരിപാടികളാണ് ഈ കാണുന്നത്. അതിന് നമ്മൾ ഡ്രസ്സിങ് ചെയ്യണം. ഈ കുട്ടിയിൽ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നല്ലേ. അപ്പൊ ഇനിയാണ് നമ്മുടെ മെയിൻ ടാസ്ക്, ഈറ്റിംഗ് ടൈം. എത്ര നേരമായിട്ട് നോക്കിയിരിക്കുന്നറിയോ. ഇതാ ഇങ്ങനെ ഇതങ്ങ് പൊളിച്ച്, ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊരു പള്ളത്തി മീനൊക്കെ അറിയോ? പള്ളത്തി എന്നൊക്കെ പറയുന്നൊരു മീനുണ്ട്. കുറിച്ചിയുടെ ഒക്കെ അല്ല, ഒരു പള്ളത്തിയുടെ ഒക്കെ വേറൊരു ടേസ്റ്റ് കേട്ടോ. എനിക്ക് സാൽമണിലും ഇഷ്ടപ്പെട്ടത് സൺഫിഷ് തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. വെട്ടിയെടുക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ടെന്ന് വെച്ച് വേറൊരു പ്രയാസം ഇല്ലാത്ത സാധനം. ഈവൻ ഫിഷിങ് ആണെങ്കിലും സാൽമണിന്റെ ഫിഷിങ് ചെയ്തതിനേക്കാളും നല്ല ഫണ്ണും ഭയങ്കരമായിട്ട് എന്റർടൈൻഡ് ആയതും ഈ സൺഫിഷിന്റെ ഫിഷിങ് ആയിരുന്നേ. മുള്ളിന് നല്ല കട്ടിയുണ്ട്. ഈ മീൻ നമ്മുടെ നാടൻ ചോറും കൂടി തിന്നാൻ ഒരു നിവൃത്തിയില്ല. രാവിലെ തന്നെ നമ്മൾ ഫിഷിങ്ങിന് പോയത് കാരണം നമുക്കിന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മേടിച്ചിട്ട് വന്നേക്കുന്നത് ഇവിടെ അടുത്തൊരു നല്ല അടിപൊളി ഒരു പഞ്ചാബി ഹോട്ടലുണ്ട്. എന്താ വെച്ചാൽ ഹോട്ടലിന്റെ പേരെന്താണ്? ഹോട്ടലല്ലല്ലോ, ഇന്ത്യൻ ബസാർ അല്ലേ? ഇന്ത്യൻ ബസാർ. അവിടെ നിന്ന് ഒരു വെജ് താലിയൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല ചപ്പാത്തിയും ഉണ്ട്. ഇതൊരു വെജ് താലി കേട്ടോ. ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് എല്ലാമാണ് അവിടെ. അടിപൊളി കട. നമ്മുടെ എല്ലാ ഐറ്റംസും അവിടെ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് വെജ് താലിയിലോട്ട് നമ്മുടെ സൺഫിഷ് ഫ്രൈയും കൂടി ഇട്ടങ്ങ് തിന്നാലോ. അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പം വെജ് താലിയുടെ നമുക്ക് കിട്ടുന്ന കറീസ് എന്തൊക്കെയായിരുന്നു? പനീർ കടായി, ഇതിൻ്റെ പേരെന്തായിരുന്നു ഈ കറിയുടെ? കടി, പനീർ മട്ടർ, പിന്നെ ആലു, പിന്നെ ഇവരുടെ വെജിറ്റബിൾ സാലഡൊക്കെയാണ്. അപ്പം നമുക്ക് അവരുടെ ഈ റൈസും കടി, വെജ് താലിയും സൂപ്പറാണ്. സൺഫിഷും കൂട്ടി കഴിക്കുന്ന ഈ ഐറ്റവും അടിപൊളിയാണ്. അടിപൊളി കേട്ടോ. കഴിക്കാൻ തുടങ്ങിയിട്ട് നിർത്താൻ പറ്റുന്നില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പം എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പം തൽക്കാലത്തേക്ക് നമുക്ക് സൈനിക പറഞ്ഞേക്കാം അല്ലേ. ബൈ.